ഹലോ ഫ്രണ്ട്സ്, കുഞ്ചൂസ് ഗാലറിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ പുതിയൊരു മെഷീൻ വാങ്ങിച്ചതായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു. ആ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് എംബ്രോയിഡറി സ്റ്റിച്ചസ് ഉപയോഗിക്കുന്നതെന്നും അതുപോലെ തന്നെ മെഷീൻ എങ്ങനെയാണ് സ്റ്റാർട്ടിങ്, അതായത് പുതിയൊരാൾക്ക് ഈ ഒരു മെഷീൻ എങ്ങനെയാണ് നൂലിടേണ്ടതെന്നും അങ്ങനത്തെ കുറേ ഡീറ്റെയിൽസ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കെല്ലാവർക്കും വന്ന സംശയങ്ങളാണ് ബാക്കി പ്രഷർ ഫുട്ടുകളൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ. പിന്നെ കുറേ ബോണസായിട്ട് കുറച്ച് ഐറ്റംസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്ന് എല്ലാവർക്കും ഭയങ്കര സംശയങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സംശയങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്ലിയർ ചെയ്യാൻ പോവാണ്. നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ബട്ടൺ ഹോളും ബട്ടണും എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നാണ്. ഇപ്പോൾ നമ്മൾ ഷർട്ട് മാത്രമല്ല നമ്മളിപ്പോൾ ബട്ടൺ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മളിപ്പോൾ കുർത്തീസ് അങ്ങനത്തെ കുറേ ഡ്രസ്സിൽ നമ്മളിപ്പോൾ ബട്ടൺ ഹോൾ വളരെയധികം ഉപയോഗിച്ചു വരികയാണ്. അപ്പോൾ ഈ ഒരു മെഷീനിൽ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബട്ടൺ ഹോൾ എങ്ങനെയാണ് അടിക്കുന്നതെന്ന് നോക്കാം. നമുക്കിതിനെല്ലായിട്ടും ഓരോ പ്രഷർ ഫുട്ടുകളുണ്ട്. പ്ലാസ്റ്റിക് ടൈപ്പ് പ്രഷർ ഫുട്ടുകളാണ് നമുക്കിതിൽ കിട്ടിയിരിക്കുന്നത്. ആദ്യം നമ്മൾ പ്രഷർ ഫുട്ട് അറ്റാച്ച് ചെയ്യുക. പ്രഷർ ഫുട്ട് അറ്റാച്ച് ചെയ്യാൻ വളരെ സിമ്പിളാണ്. ഫസ്റ്റത്തെ ഏതാണ് കിടക്കുന്നത് അതും റിമൂവ് ചെയ്തിട്ട് പുതിയ പ്രഷർ ഫുട്ട് അറ്റാച്ച് ചെയ്യാം. ഇത് അറ്റാച്ച് ചെയ്യാൻ വലിയ പണിയൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് മുകളിലോട്ട് പൊക്കി വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കിട്ടും. നീഡിൽ മുകളിൽ പൊങ്ങിയിരിക്കുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. അതിന് ശേഷമാണ് നമ്മൾ ഈ പ്രഷർ ഫുട്ട് അറ്റാച്ച് ചെയ്യുന്നത്. പിന്നെ വേണ്ടത് നമ്മൾ എവിടേക്കാണോ ബട്ടൺ ഹോൾ അടിക്കേണ്ടത് അതേപോലെ തന്നെ ബട്ടൺ ഹോളിൻ്റെ ലെങ്ത്ത് എത്രയാണെന്ന് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്യാൻ. അതിനായിട്ട് നമുക്ക് മുകളിലെ ഒരു മൂന്ന് ടൈപ്പ് സ്റ്റിച്ചസ് നമുക്ക് കാണാൻ സാധിക്കും. അതിൽ ഫസ്റ്റത്തെ സ്റ്റിച്ചാണ് ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത്. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു പ്രഷർ ഫുട്ട് ബാക്കിലോട്ട് തള്ളി വയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റിച്ച് പോകുമ്പോൾ ആ പ്രഷർ ഫുട്ടിൻ്റെ മെഷർമെൻറ്റ് എത്രയാണോ അതിനനുസരിച്ചിട്ട് മുന്നിലോട്ട് കയറി വരും. ഇപ്പോൾ നമുക്കത് എത്ര വേണമെന്നുള്ളത് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം ആ ഒരു പ്രഷർ ഫുട്ട് അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് നിൽക്കുന്നതായിരിക്കും. ഞാൻ വിചാരിച്ചത് ആക്ച്വലി ബട്ടൺ ഹോൾ അടിക്കാനായാലും ബട്ടൺ അടിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഏത് ബട്ടൺ ഹോൾ വേണമെങ്കിലും അടിക്കാൻ പറ്റും. ഇപ്പോൾ നമുക്ക് ജാക്കറ്റിൻ്റെ ആയാലും അതേപോലെ തന്നെ ഷർട്ടിൻ്റെ ആയാലും കുർത്തീസിൻ്റെ ആയാലും ഇപ്പോൾ ഫ്രോക്കൊക്കെ ബേബീസിൻ്റെ ഫ്രോക്ക്, മറ്റേ നോർമലായിട്ടുള്ള എയർലൈൻ ഫ്രോക്ക്, അതേപോലെ തന്നെ പല ഫ്രോക്കുകളിൽ ഇപ്പോൾ ബട്ടൺസാണ് ബാക്കിൽ വരുന്നത്. അപ്പോൾ അതിനൊക്കെ ഈ ഒരു പ്രഷർ ഫുട്ടും ഈ ഒരു ടൈപ്പ് മെഷീനും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളാണ്. പുറത്തെവിടെയും പോവാണ്ട് നമുക്ക് ഇങ്ങനൊരു ബട്ടൺ ഹോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് സിമ്പിളായിട്ട്. അപ്പോൾ നമ്മൾ സെക്കൻഡിലോട്ട് കടത്തിയിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇത് പ്രത്യേകിച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും നീഡിൽ ബാർ മുകളിലോട്ട് പൊക്കിയിട്ട് വേണം ഓരോ സ്റ്റിച്ചിലും മാറ്റാമെന്നാണ്. അത് ആ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുന്നത്. ഫസ്റ്റിൽ ഇടുമ്പോഴായാലും നീഡിൽ ബാർ മേലെ വേണം, എന്നിട്ട് സ്റ്റിച്ചസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കാം. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് അത് ചെയ്ത് കിട്ടും. നമുക്ക് ഇതിൻ്റെ കട്ടിങ് ഡയറക്റ്റ് മെഷീനിൽ കട്ട് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ഇതിൻ്റെ നൂലിലൊക്കെ ത്രെഡ് കട്ടർ ഉപയോഗിച്ച് കട്ട് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ നമുക്ക് ത്രെഡ് കട്ടറോ അല്ലെങ്കിൽ സിസേഴ്സ് ഉപയോഗിച്ചിട്ട് ആ ഒരു ഹോൾ കട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെഷീൻ വാങ്ങിക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഒപ്പം ത്രെഡ് റിമൂവർ കിട്ടും. ആ ഒരു ആ ഒരു റിമൂവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കർവ് ബ്ലേഡ് ടൈപ്പാണ്. ആ കർവ് ഒന്ന് ജസ്റ്റ് എടുത്ത് ആ ഒരു ഹോളിൻ്റെ ഉള്ളിലേക്ക് ആ ഒരു എത്രയാണോ ഹോൾ വേണ്ടത് ആ ഒരു പോയിന്റിലേക്ക് കറക്റ്റ് ഇട്ടതിന് ശേഷം ഒന്ന് വരഞ്ഞു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഹോൾ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. വേറൊരു കീറലോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ഹോള് കിട്ടും. ഇപ്പോൾ ഒരു ഹോൾ അടിക്കാൻ നമുക്കിപ്പോൾ കടയിൽ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യത്തിന് കാശ് കൊടുക്കേണ്ടി വരും. പക്ഷേ ഇങ്ങനെ ഒരു മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ഈ ഒരു മെഷീനെ ഉപയോഗിച്ച് ചെയ്യാം. ഇനി അടുത്താണ് ബട്ടൺ ഹോൾ മാത്രം പോരാ, ബട്ടൺ അടിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ബട്ടൺ അടിക്കുന്ന ഒരു പ്രഷർ ഫുട്ടാണ് എടുത്തിരിക്കുന്നത്. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഫിക്സ് ആയിട്ടിരുന്നോളും. ഇനി ബട്ടൺ ഹോൾ അടിക്കണമെങ്കിൽ നമ്മൾ സിക്സാഗിൽ തന്നെ സെക്കൻഡ് സിക്സാഗാണ് എടുക്കേണ്ടത്. പിന്നെ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം, നീഡിൽ ഈ ഒരു ബട്ടൺ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നീഡിൽ ബ്രേക്ക് ആവാൻ ചാൻസസ് വളരെ കൂടുതലാണ്.
അപ്പോൾ കറക്റ്റായിട്ട് ബട്ടൺ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ബട്ടൺ നീഡിലുമ്പോൾ കൊണ്ടുണ്ടെങ്കിൽ നീഡിൽ പൊട്ടിപ്പോവും, ബട്ടണും ഡാമേജ് ആവും. അപ്പോൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. നമുക്കെപ്പോഴും കറക്റ്റ് സ്ക്വയർ ടൈപ്പിലല്ല, നമുക്കിങ്ങനെ ഓപ്പോസിറ്റായിട്ട് വേണം നമ്മൾ ആ ഒരു സിക്സ് ആഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ സിക്സ് ആഗിൻ്റെ വലിപ്പത്തിലും വ്യത്യാസം വരുത്തണം. അതായത് നീഡിൽ മൂവ് ചെയ്യണ വലിപ്പം മാറേണ്ടി വരും. ഇപ്പം നമുക്ക് വലിയ ബട്ടനാണെങ്കിൽ അതിനനുസരിച്ച് സിക്സ് ആഗിൻ്റെ വലിപ്പം കൂട്ടണം, അല്ലെങ്കിൽ സ്റ്റിച്ചിൻ്റെ സൈസ് മാറ്റണം. ഇതിപ്പോൾ ഞാൻ 6ലാണ് ഇട്ടിരിക്കുന്നത്. 6 ഈ ഒരു ടൈപ്പ് ബട്ടന് പെർഫെക്റ്റ് ആണ്. പിന്നെ ജസ്റ്റ് ഒന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് ഒന്ന് നീഡിലൊന്ന് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മൂവ് ചെയ്ത് നോക്കി, കറക്റ്റ് ഹോളിലേക്ക് തന്നെയല്ലേ വീഴുന്നേ നോക്കി. അല്ലാന്നുണ്ടെങ്കിൽ ബട്ടനും തട്ടിയിട്ടുണ്ടെങ്കിൽ നീഡിലും പൊട്ടും, ബട്ടനും ഡാമേജ് ആവും എന്നുള്ള കാരണം ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് നീഡിലൊന്ന് മൂവ് ചെയ്ത് നോക്കി, കറക്റ്റ് ഹോളിലേക്ക് തന്നെയല്ലേ നീഡിൽ വീഴുന്നേന്നുള്ളത്. ഞാൻ ആദ്യം വിചാരിച്ചത് പോസിബിൾ അല്ല, ഇത് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചു. പക്ഷെ ജസ്റ്റ് ഞാൻ ഫസ്റ്റ് ട്രയൽ തന്നെ എനിക്ക് നല്ല ഭംഗിയിൽ തന്നെ അധികം നീഡിൽ പോലും പൊട്ടാണ്ട് ഞാൻ വളരെ പെർഫെക്റ്റ് ആയിട്ട് ബട്ടൺ അടിച്ചു. അപ്പോൾ എനിക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും പറ്റും. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബട്ടൺ ഷോ ബട്ടൺ ആയിട്ടായാലും ഇപ്പോൾ തുന്നി വയ്ക്കുമ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷൻ അല്ലാന്നുണ്ടെങ്കിൽ ലൂസാവുന്നു, അഴിഞ്ഞു പോകുന്നു, കുറേ കംപ്ലയിൻറ്റ്സ് വരും. ഇത് അത്യാവശ്യത്തിന് ഇപ്പോൾ ഞാൻ വലിച്ചു നോക്കി, ഒന്നും പൊട്ടുന്നില്ല, പെട്ടെന്നൊന്നും പൊട്ടുന്നില്ല. നമുക്ക് അത്ര ഉപയോഗിച്ച് കട്ട് ചെയ്താലേ പോകുന്നുള്ളൂ. അത്യാവശ്യം നമ്മൾ ഷർട്ടും അടിക്കുന്ന ഒരു ബലമൊക്കെ ഇതിന് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൻറ്ററിൽ നീഡിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നൂലിങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു ടെക്സ്ചർ എഫക്റ്റ് കിട്ടും. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അത് വെച്ചില്ലെങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അവർ നമുക്ക് തന്നിരുന്ന ഗൈഡിൽ ഒരു നീഡിൽ വെക്കാനൊക്കെ പറയുന്നുണ്ട്. അത് വേറെ ഒന്നിനല്ല, നൂലൊന്ന് പൊന്തി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ടോപ്പ് സൈഡിൽ. പക്ഷേ അതിൻ്റെ ആവശ്യം എനിക്ക് ഉണ്ടായതായിട്ട് തോന്നിയില്ല, കാരണം ഞാൻ വെച്ചില്ല. ഇപ്പോൾ ഞാനത് ഉപയോഗിച്ചിട്ടൊരു ഷർട്ടിൻ്റെ ബട്ടൺസ്, അതായത് ഒരു പില്ലോ കവറിൽ ഒരു മോഡലായിട്ട് സിബിന് പകരം ബട്ടൺ വെച്ചിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് നല്ല രസമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേയൊക്കെ ഞാൻ ചെയ്ത് നോക്കി. എനിക്ക് മൊത്തത്തിൽ ഞാൻ വിചാരിച്ചില്ല എന്നെക്കൊണ്ട് ഇങ്ങനെ ബട്ടൺ ഹോളൊക്കെ അടിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് നമുക്കിത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഒരിക്കലും നോർമൽ മെഷീനിലോ അല്ലെങ്കിൽ ഡബിളോ ജുക്കിലോ ഒന്നും നമുക്കൊരു മെഷീൻ പറ്റില്ല. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏത് മെഷീനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ എംബ്രോയിഡറി മെഷീനിലാണ് നമുക്ക് ഈ ബട്ടൺ ഹോൾ. പക്ഷെ അതിനും കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇതിൻ്റെ പ്രസർ ഫുട്ട് വാങ്ങിക്കണം അങ്ങനെ. ഇതിനായാലും നമുക്ക് ഓൾറെഡി ഈ ഒരു മെഷീൻ വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പ്രസർ ഫുട്ടുകളൊക്കെ കിട്ടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. അപ്പോൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആ ഹോളിലേക്ക് ഇടാൻ പറ്റി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഹോളിൻ്റെ വലിപ്പം കൂട്ടിയിട്ട് നീറ്റിലൊക്കെ മാറ്റാം. ഇനി അടുത്തതാണ്, നമുക്ക് ഇതിൻ്റെ ഒപ്പം ഒരു ഗൈഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും സംശയമാണ്. ഈ മെഷീൻ വാങ്ങിച്ചപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ചോദിച്ചിരുന്നു. ഞാനൊരു മാളിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ അവർക്ക് പോലും അറിയണ്ടായിരുന്നില്ല ഇത് എന്താണ് സംഗതി, ഇതൊരു എന്താ പറയുക, എന്തോ ഒരു ഇളക് അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞു. പക്ഷെ അവർക്ക് കറക്റ്റായിട്ട് അറിയത്തില്ലായിരുന്നു. പിന്നെ ഞാനത് ഗൈഡൊക്കെ വായിച്ചപ്പോഴാണ് മനസ്സിലായത് പിന്നെ ഇതൊരു ഗൈഡാണെന്നുള്ളത്. അപ്പോൾ ഈ ഗൈഡ് എങ്ങനെ ഉപയോഗിക്കാമെന്നും എങ്ങനെ അറ്റാച്ച് ചെയ്യുന്നതെന്നും ആർക്കും അറിയില്ലായിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് പലരുടെയും സംശയം ഉണ്ടാവും. ഈ മെഷീൻ ഓൾറെഡി വാങ്ങിച്ച് വെച്ചിട്ടുള്ളവർക്കും ഈ ഒരു ഗൈഡ് എങ്ങനെ അറ്റാച്ച് ചെയ്യാമെന്നും അതേപോലെ തന്നെ ഈ ഗൈഡ് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതൊക്കെ ഭയങ്കര സംശയം ഉണ്ടായിരിക്കും. വളരെ സിമ്പിളാണ്. ഗൈഡ് ഫിറ്റ് ചെയ്യാനേ വളരെ എളുപ്പമാണ്. നമ്മുടെ പ്രസർ ഫുട്ടിൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു ഹോളുണ്ട്. ആ ഹോളിലേക്ക് നമുക്ക് കയറ്റാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ഈ ഗൈഡ് നമുക്ക് ഇവിടെ മെഷർമെൻറ്റ്സ് ഉണ്ട്. നമുക്ക് ടേപ്പിൽ വേണമെങ്കിൽ മെഷർമെൻറ്റ് എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഗൈഡ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ഗൈഡ് വെച്ചിട്ട് എന്ത് കാണിച്ചിരുന്നു ചോദിച്ചപ്പോൾ, ഒന്നെങ്കിൽ നമുക്ക് സ്കേർട്ടിൻ്റെ അടിവശമൊക്കെ മടക്കി തയ്ക്കുന്നത്, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വരുന്നത് ഒരേ അകലത്തിലുള്ള സ്റ്റിച്ചുകൾ ഇടാനൊക്കെയാണ് നമ്മൾ ഈ ഗൈഡ് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു നെക്കിലൊരു എംബ്രോയിഡറി ചെയ്താൽ എങ്ങനെ ഇരിക്കുന്നു ഞാൻ ചെയ്ത് നോക്കി. അപ്പോൾ നമുക്ക് എംബ്രോയിഡറിക്ക് വേറെ പ്രസർ ഫുട്ട് വേണമെങ്കിലും ഞാൻ എന്ത് ചെയ്തു, സിംഗിൾ ലൈനുകൾ അടിച്ചിട്ട് ഒരു എംബ്രോയിഡറി ചെയ്താലാന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് സിക്സ് ആഗ് ഡിസൈനിൽ ഒരു വര വരച്ചു. അതിനുശേഷം വീണ്ടും ഒരു നെക്ക് റൗണ്ട് എന്ത് ചെയ്തു, വേറെ ഒരു ഇങ്ങനെ നാനാ ഷേപ്പിലുള്ള ഒരു ഡിസൈൻ ഉണ്ടായിരുന്നു. അതുപയോഗിച്ചിട്ടാണ് ഞാൻ അടുത്ത സ്റ്റിച്ച് ചെയ്തത്. നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇപ്പോൾ
നെക്കിൽ ഞാൻ ഓൾറെഡി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു ചുരിദാറുമാണ് ഞാൻ പരീക്ഷിച്ച് നോക്കിയത്. പക്ഷേ അത് ചെയ്ത് നോക്കിയപ്പോൾ ആഫ്റ്റർ എഫക്റ്റ് വളരെ നന്നായിട്ടായിരുന്നു. എല്ലാവരുടെയും അഭിപ്രായം വളരെയധികം ഇത് നന്നായിട്ടുണ്ടല്ലോ, ഇങ്ങനത്തെ ഒരു സിമ്പിൾ വർക്കൊക്കെ ചെയ്യുന്നത് ഒരു പ്ലെയിൻ ചുരിദാറിൽ നല്ല ഭംഗി വരുത്തിക്കുന്നുണ്ടെന്നൊക്കെ പലരും പറഞ്ഞു. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് അടിച്ചു നോക്കിയതാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കുറേ പല തിക്നെസ്സിലും ഇങ്ങനെയൊക്കെ നമുക്ക് അടിക്കാം. ഈ ഒരു ഗൈഡ് ഉണ്ടെങ്കിൽ ഈ ഗൈഡ് ഇങ്ങനെ ഉപയോഗിക്കാം. നമുക്കിങ്ങനെ കറക്റ്റ് അളവിൽ ആ ഒരു സ്റ്റിച്ചിന് കറക്റ്റ് പെർഫെക്റ്റ് ഡിസ്റ്റൻസിൽ നമുക്കിങ്ങനെ ഒരു സ്റ്റിച്ചൊക്കെ ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓരോ ഗൈഡുകൾ അല്ലാന്ന് മീൻസ് എന്തെങ്കിലും ടേപ്പോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ മെഷർമെൻറ്റ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഈവൻ നമുക്ക് പെൻസിൽ ഉപയോഗിച്ചിട്ട് വരച്ചോ കൊടുക്കേണ്ടി വരും. അങ്ങനെ കുറേ ബുദ്ധിമുട്ടുണ്ട്. അത് ഫ്രീ ഹാൻഡായിട്ടാണ് ഈ ഒരു നെക്ക് മൊത്തം ഞാൻ ചെയ്തത്. ഞാൻ ജസ്റ്റ് ഒരു 2 സ്റ്റിച്ചസ് മാത്രമാണ് ചെയ്തത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെഷീനിൽ 15ഓളം സ്റ്റിച്ചസ് ചെയ്യാം. അതിൽ ഒരു 4-5 സ്റ്റിച്ച് ഒരുമിച്ച് കുറച്ചുകൂടി തിക്നെസ് കുറച്ചിട്ട് ഇങ്ങനെ നെക്കിൽ ഇങ്ങനെ റൗണ്ട് മാത്രം തന്നെ അടിച്ചാൽ നല്ല ഭംഗി വരുന്ന കുറേ സ്റ്റിച്ചസ് ഉണ്ട് നമുക്കിതിൽ. അതൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പുതിയൊരു എന്താ പറയുക എംബ്രോയിഡറി പ്രസ് ഫുട്ട് ഇല്ലെങ്കിൽ പോലും നമുക്ക് സിമ്പിളായിട്ട് ചെറിയ എംബ്രോയിഡറി ഈ മെഷീൻ വെച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്യാൻ പറയുന്ന ഒരു മെഷീൻ തന്നെയാണിത്. നമ്മൾ സിംഗിളും അതേപോലെ തന്നെ ഡബിളും ജുക്കിയും ഒക്കെ കണ്ടുപോയതിന് ശേഷമാണ് ഈ മെഷീൻ കണ്ടത്. എനിക്ക് ഈ മെഷീൻ ഇഷ്ടപ്പെടാൻ കാരണം വേറെ ഒന്നല്ല, ഇത് നമുക്ക് പോർട്ടബിളാണ്, എവിടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാം. ഇപ്പോൾ ലേറ്റിനായാലും അതേപോലെ തന്നെ സ്റ്റിച്ചസ് ചെയ്യാനായാലും ഇതൊരു വളരെ കംഫർട്ടബിളാണ്. അങ്ങനെയൊക്കെയാണ് എനിക്ക് ഈ മെഷീൻ ഇഷ്ടപ്പെടാൻ കാരണം. പിന്നെ പല വെറൈറ്റി സ്റ്റിച്ചസ് നമുക്ക് പരീക്ഷിക്കാം. അങ്ങനെ കുറേ ബെനിഫിറ്റുകളാണ് എനിക്ക് ഈ മെഷീനുമ്പോൾ തോന്നുന്നത്. ഇപ്പം ഞാൻ സിമ്പിളായിട്ട് ചെയ്തൊരു നെക്ക് ഡിസൈനാണിത്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ ബീഡ്സോ അല്ലെങ്കിൽ വല്ല ഡോറിയോ അങ്ങനെയൊക്കെ സിക്സ് ഡിസൈൻ ഉപയോഗിച്ച് നമുക്ക് വല്ല ഡോറി എംബോസ്ഡ് ഡിസൈനൊക്കെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. കണ്ട കറക്റ്റ് ആ ഗൈഡ് ഉപയോഗിച്ച് കാരണം നെക്കിൻ്റെ കറക്റ്റ് റൗണ്ടിൽ തന്നെയാണ് നമുക്ക് സ്റ്റിച്ചസ് വന്നത്. നമുക്ക് ഈ നൂലിന് പകരം നമുക്ക് എംബ്രോയിഡറി ടൈപ്പ് നൂല് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ മനോഹരമാവും. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഒരു മോഡൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കാണിച്ചു തരുന്നതാണ്. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ എന്താണ് ഡാണിങ്ങിൻ്റെ പ്ലേറ്റ് കിട്ടിയിട്ടുണ്ട്, എംബ്രോയിഡറി പ്ലേറ്റ് ഉണ്ട്. പക്ഷേ എംബ്രോയിഡറി പ്രസ് ഫുട്ട് നമുക്ക് ഈ മെഷീൻ്റെ ഒപ്പം കിട്ടിയിട്ടില്ല. നമ്മൾ പുറത്തുനിന്ന് അഡീഷണൽ ആയിട്ട് പർച്ചേസ് ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു ജസ്റ്റ് ഒന്ന് എംബ്രോയിഡറി പ്ലേറ്റ് വെച്ചിട്ട് നമ്മുടെ കയ്യിൽ എംബ്രോയിഡറി ഫ്രെയിം ഉണ്ട്. നമ്മളെല്ലാവരും ഹാൻഡ് എംബ്രോയിഡറി ചെയ്യുന്നവരായിരിക്കും, അപ്പോൾ ഫ്രെയിം ഉണ്ടാവും. അപ്പോൾ അതുപയോഗിച്ച് ജസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ജസ്റ്റ് ട്രൈ ആണ്. ഇതിലെനിക്ക് അത്രയ്ക്ക് വിശ്വാസമില്ല, കാരണം എൻ്റെ ഒരു ചെറിയൊരു ഐഡിയ വെച്ചിട്ട് എങ്ങനെ ചെയ്ത് നോക്കാം എന്നുള്ളൊരു ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഞാൻ ഇതുവരെയായിട്ട് ഇങ്ങനൊരു അറ്റംപ്റ്റ് ചെയ്തിട്ടില്ല. ഫസ്റ്റ് നിങ്ങളുടെ മുന്നിൽ തന്നെയാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ സക്സസ് ആവില്ലേന്ന് യാതൊരു ഉറപ്പില്ലാത്തതാണ്. ഞാൻ ജസ്റ്റ് എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കിയ കാരണം നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാണ്. അപ്പോൾ നിങ്ങൾക്ക് ബട്ടൺ ഹോൾ വെക്കുന്നതായാലും അതേമാതിരി തന്നെ നമുക്ക് പിന്നെ ബട്ടൺ വെക്കുന്നതായാലും പിന്നെ ചെറിയ ടൈപ്പ് എംബ്രോയിഡറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഗൈഡ് ഉപയോഗിക്കുന്നു. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, അതായത് കുറേ ഫ്രണ്ട്സ് ഉണ്ടാവും, അവർക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും. അപ്പോൾ ഇത് ഫസ്റ്റ് ട്രൈ ആണ് എൻ്റെത്. കാരണം എത്രത്തോളം വിജയിക്കുമെന്ന് നിങ്ങൾ കണ്ടു തന്നെ അറിഞ്ഞു. ഞാനിത് ഇതുവരെയായിട്ട് ഇങ്ങനെ ഒരു എംബ്രോയിഡറി ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ജയിക്കും എന്നുള്ളത്. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി പ്രാക്ടീസ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റുമെന്നൊക്കെ തോന്നി. ഞാൻ വരച്ച വരയുടെ മേലെ കൂടെ ഒന്നുമില്ല പോയത്, കാരണം ഇത് ഫസ്റ്റ് ടൈമാണ്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് ചെയ്യുന്നത്. കാരണം എനിക്ക് ഒരു ഉറപ്പുമില്ല, ഒരു ഗ്യാരണ്ടിയും ഇല്ല. ഞാൻ സാധാരണ നിങ്ങളെല്ലാവരും യൂട്യൂബിൽ വീഡിയോ കാണുന്ന മാതിരി ആയിരിക്കും ഇപ്പോഴത്തെ എൻ്റെ സ്റ്റിച്ചസ് വന്നിട്ടുണ്ടാവാം. ബട്ടണായാലും ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കിയത്. ബട്ടണായാലും ബട്ടൺ ഹോളായാലും ഞാൻ ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചത്. അല്ലാണ്ട് ഞാൻ മുന്നേ പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ടൊന്നല്ല ചെയ്തത്. ആ ഗൈഡ് നമുക്ക് ബുക്ക്ലെറ്റ് തന്നതിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ ഫോളോ അപ്പ് ചെയ്തിട്ട് ഞാൻ ചെയ്തെന്നുള്ളൂ. ഇത് ബുക്ക്ലെറ്റിലൊന്നും പറഞ്ഞിട്ടില്ല, ഇത് എൻ്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ചെയ്ത് നോക്കിയതാണ് എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടിയിട്ട്.
കുഴപ്പമൊന്നുമില്ല, നമുക്ക് കുറച്ചുകൂടി പ്രാക്ടീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്നുകൂടി ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നണേ. ഇതും നമുക്ക് വേണമെങ്കിൽ പരീക്ഷിക്കാവുന്ന ഒരു ഐഡിയ ആണ്, ഇങ്ങനെ പ്ലേറ്റ് വെച്ചിട്ട് ചെയ്യാമെന്ന്. ഇപ്പോൾ ഈ വീഡിയോയിൽ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തോളേ. ഇങ്ങനെ ആരെങ്കിലും ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ അവരൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യണേ. നമുക്ക് ഇത് കുഴപ്പമില്ല, ഇത് വർക്കൗട്ട് ആണെന്ന് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത് കുറച്ച് പ്രാക്ടീസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ എന്നുള്ളത്. ഞാൻ ജസ്റ്റ് ഇതിൽ 6 ആഗ് നമ്പർ 6 നിന്ന് മാറ്റി ഒരു 7, 8ലേക്ക് ആക്കിയിട്ടാണ് ഞാൻ ഈ ഒരു എംബ്രോയിഡറി ചെയ്തത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. ഞാൻ മുന്നേ പറഞ്ഞ പോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ പുതുതായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു പുതിയൊരു ഉഗ്രൻ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. See you with another video. Bye.